ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാമല്ലേ, നമ്മൾ എന്താ പറയുക, എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും ഓരോന്നും വിചാരിച്ചാൽ നടക്കും. അല്ലെങ്കിൽ 12 അതേപോലെ ഉപ്പ് വെള്ളത്തിൽ എന്താ പറയുക, നമ്മൾ വെള്ളത്തിൽ ഉപ്പലിയിച്ച് അതേപോലെ നമ്മുടെ ആഗ്രഹം എഴുതി കഴിഞ്ഞാൽ ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ വെള്ളത്തിലിട്ട് വെച്ച് അത് നടക്കും. അങ്ങനെ പല പേർക്കും ഓരോരോ എന്താ പറയുക ടിപ്പ് അറിയാം. പക്ഷെ അത് ചെയ്തു നോക്കിയിട്ട് എന്താ പറയുക, ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. 12 എഴുതിയിട്ട് എത്ര പേർക്കാണ് റിസൾട്ട് കിട്ടി. ആ റിസൾട്ട് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മുടെ മനസ്സിലുള്ള വിശ്വാസമാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് നമ്മൾ നടക്കില്ല എന്ന് പറഞ്ഞ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നടക്കും എന്ന് എന്താ പറയുക, മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം നടക്കുള്ളൂ. വെറുതെ നമ്മൾ 12 എഴുതി, അല്ലെങ്കിൽ നമ്മുടെ 11 ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടവർക്ക് അറിയായിരിക്കും. അതിലും കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഉപ്പ് വെള്ളത്തിൽ നമ്മൾ ഗ്ലാസ്സിൽ ഉപ്പെടുത്ത് ആ വീഡിയോസ് ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. എനിക്ക് അനുഭവം കിട്ടിയ വീഡിയോ ഞാൻ പറയണം. ഇത് ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയത്, ഞാനൊരു വീഡിയോ ചെയ്ത് നോക്കി, വീഡിയോ അല്ല, ഞാനൊരു മാനിഫെസ്റ്റേഷൻ ചെയ്ത് നോക്കി. അത് എനിക്ക് അനുഭവമുള്ളത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. പക്ഷെ ഞാൻ 12 എഴുതിയിട്ട് എനിക്ക് കുഴപ്പമില്ല, അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാക്കിയുള്ളത് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ പിന്നെ ചെയ്ത് നോക്കിയത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് കാണിച്ചു തരാം. ഈ സംഭവമാണ് ചെയ്ത് നോക്കിയത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോയെന്നറിയില്ല. ഈ സംഭവമാണ് ഞാൻ എഴുതി നോക്കിയത്. ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 21 തവണ എഴുതണം കേട്ടോ. 21 തവണ എഴുതണം. നമ്മൾ ഡെയിലി 21 തവണ എഴുതണം. അതും 21 ദിവസം എഴുതണം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും നമ്മുടെ എന്താ പറയുക, എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് നടക്കും. അത് 100% ഉറപ്പാണ്. അപ്പോൾ ഇത് ഞാൻ 2-3 പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്. അപ്പോൾ അവർ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അവർ 21 ദിവസം എന്ന് ഞാൻ പറഞ്ഞു, ഒന്ന് ചെയ്ത് നോക്ക്. എന്താ പറയുക, നടക്കാത്ത ആഗ്രഹം എത്ര വലിയ ആഗ്രഹമാണെങ്കിൽ നടക്കും. അപ്പം നമ്മൾ നടക്കാതെ വെറുതെ നടന്നു പറഞ്ഞിട്ട് ചാനല് റീച്ച് കിട്ടാൻ വേണ്ടി ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ അവളുടെ അടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, അപ്പം നിനക്ക് എന്താ നോക്കാവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ ചെയ്തു. അതേപോലെ തന്നെ അവൾ 21 ദിവസം എഴുതി. പക്ഷെ അതിൻ്റെ മുന്നേ തന്നെ അവൾക്ക് ആ റിസൾട്ട് കിട്ടി. അപ്പം അവൾ എന്നെ ഇന്നലെ വിളിച്ചു. അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട്, ഞാനൊന്ന് ആദ്യം പരീക്ഷിച്ച് നോക്കാം, നീ പറഞ്ഞപ്പോൾ വിചാരിച്ചതാണ് എന്ന് പറഞ്ഞു. പിന്നെ അവള് വിശ്വാസത്തോടെ തന്നെ പ്രാർത്ഥനയോടുകൂടെ തന്നെ എഴുതി. അപ്പം ഞാൻ ഇതെന്താ സംഭവം, എങ്ങനെ എഴുതേണ്ടത് എന്താണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽസായി പറഞ്ഞുതരാം. അപ്പോൾ പറയുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരിക്കലും എന്താ പറയുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്കിതെന്താ സംഭവം നമുക്ക് കാണാം കേട്ടോ. അപ്പം ഇത് എഴുതണമെങ്കിൽ യാതൊരു തടസ്സങ്ങളും ഇല്ല കേട്ടോ. എന്താ പറയുക, അത് നമുക്ക് സമയങ്ങൾ ഇല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മനസ്സ് ഏകാഗ്രതയായി ഇരിക്കുന്ന സമയത്ത് നമുക്ക് എഴുതാം. വേറൊരു ചിന്തകളും ടെൻഷനും ഒന്നും പാടില്ല. നമ്മളെല്ലാം മനസ്സ് റിലാക്സായി ഇരിക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ ഇപ്പം എല്ലാവർക്കും തിരക്കായിരിക്കും. അപ്പോൾ വൈകുന്നേരമാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഓരോരുത്തരുടെ ചോയ്സ്. ചിലവർ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ സ്കൂളിൽ പോയി ആ ടൈമിൽ എഴുതണമെങ്കിൽ അങ്ങനെ. അപ്പം നമ്മൾ ഫ്രീ ആയി ഇരിക്കുന്ന ടൈമിൽ മനസ്സ് എന്താ പറയുക, വേറെ ഒരു ടെൻഷനും പാടില്ല. അപ്പം ആ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. 5 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഇതേപോലെ ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കുക. എന്നിട്ട് അത് ചീന്തി കളയാനൊന്നും പാടില്ല കേട്ടോ. ഈ ബുക്ക് എടുത്തതിന് ശേഷം മുകളിൽ നമ്മൾ 21 എഴുതാം. ഡേറ്റ് എഴുതണം. അതേപോലെ തന്നെ 21 പ്രാവശ്യം എഴുതണം കേട്ടോ. അപ്പം 21 പ്രാവശ്യം, അതുപോലെ തന്നെ 21 ദിവസമാണ് നമ്മൾ എഴുതേണ്ടത്. എന്താണെന്ന് പറഞ്ഞാൽ എന്താ കാണുന്നുണ്ടോ? ഓം നമഃ ശിവായ.
ഞാൻ എഴുതിയിരിക്കുന്നത് ഓം നമ ശിവായ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞ് 21 ദിവസം അതേ ഇത് നമുക്ക് എഴുതിക്കൊണ്ടിരിക്കാം. 21 പ്രാവശ്യം എഴുതുക. പക്ഷെ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം, ഒരാഗ്രഹമേ പാടുള്ളൂ. ആ ആഗ്രഹം മനസ്സിൽ നമ്മൾ ഓരോ പ്രാവശ്യവും എഴുതുമ്പോൾ അത് മനസ്സിൽ തന്നെ ഉണ്ടാവും. നമ്മൾ അത് വഴിമാറി പോകാൻ പാടില്ല. ഇപ്പം നമുക്ക് എന്താഗ്രഹം, കുറച്ച് പൈസൻ്റെ ഒരു ആവശ്യമുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ വെച്ച ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഓം നമ ശിവായ എന്ന് എഴുതുമ്പോൾ നമ്മൾ ഈ ആഗ്രഹം മാത്രം മനസ്സിൽ പാടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സ് റിലാക്സ് ആയ സമയത്ത് എഴുതാൻ പറയുക. വേറെ ഒരാളും നമ്മൾ എഴുതുമ്പോൾ ഒരാൾ ചിലപ്പോൾ നമ്മൾ ഒരിക്കൽ 2 പ്രാവശ്യം എഴുതി ചിലപ്പോൾ പെട്ടെന്ന് ആരെയും വന്ന് വിളിച്ചു നമ്മൾ അവിടെ വെച്ചിട്ട് പോയിട്ട് പിന്നെ എഴുതിയിട്ട് ഫലം കിട്ടില്ല. അത് മെയിനായിട്ട് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നൈറ്റ് എല്ലാവരും രാത്രി ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഉറങ്ങണതിൻ്റെ മുന്നേ സമയം കണ്ടെത്തിയിട്ട് ഏകാഗ്രതയായി മനസ്സ് എന്താ പറയുക ഏകാഗ്രതയായി എഴുതുക. അപ്പം ആരും നമ്മളെ ശല്യം ചെയ്യാൻ പറ്റില്ല. വെറും 21 ദിവസം മാത്രം ചെയ്താൽ എത്ര വലിയ ആഗ്രഹം ആയിക്കോട്ടെ, നിങ്ങളുടെ നടക്കാത്ത ആഗ്രഹമാണെങ്കിലും ശരി, ആ മഹാദേവൻ നടത്തി തരും, ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് കുറേ ആയിട്ടോ, അവർക്ക് കല്യാണം കഴിഞ്ഞ് കുറേ ആയി, കുട്ടികളും വിശേഷങ്ങളൊന്നുമില്ല, കുറേ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞു. അവൾ അതിൻ്റെ മുന്നേ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ എന്താ പറയുക നെഗറ്റീവാണ്. അവർ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. അവൾ പറഞ്ഞു എൻ്റെ അടുത്ത് പല വീഡിയോസും കണ്ടടി, പക്ഷെ അതൊക്കെ ഫേക്കായിരിക്കുമോ, 12 അതേപോലെ ആഗ്രഹം ഇതൊക്കെ ഒന്ന് ഫേക്കായിരിക്കുമോ പറഞ്ഞിട്ട് അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു. പല്ലടി, നമ്മൾ വിശ്വാസത്തോടെ എന്ത് ചെയ്താലും അത് നടക്കും, നീ ടെൻഷനൊന്നും അടിക്കണ്ട, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, അത് സക്സസ് ആവുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് ആയാൽ നീ എന്നെ വിളിച്ചറിയിക്കണം, അത് എന്നിട്ട് വേണം ഞാനത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. ഞാൻ കുറേ ദിവസമായി അത് ചെയ്യണോ വേണ്ടേ രണ്ടും ഘട്ടം മനസ്സിലായിരുന്നു. പക്ഷെ ഒരാളെ ഫേക്കായി നമ്മൾ പറ്റിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് നീ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം അവൾ അതേപോലെ ചെയ്തു. ആദ്യം അവൾക്കൊരു ഇതുണ്ടായിരുന്നില്ല, പക്ഷെ അവൾക്ക് എന്നാലും മനസ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നു. എന്തായാലും ഇത് മഹാദേവന്റെയാണ്, ശിവന്റെ നാമമാണ്. അപ്പം ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ദോഷവും ഇല്ല. എത്ര നടക്കാത്ത ആഗ്രഹം നടന്നില്ലെങ്കിൽ കൂടെ നമ്മുടെ കൂടെ ശിവൻ ഉണ്ടാവും, നമ്മുടെ ദോഷങ്ങൾ മാറ്റിത്തരും. അങ്ങനെ ഉറപ്പിച്ചിട്ട് തന്നെ അവള് ഇത് എഴുതി 21 ദിവസം ആകാത്ത മുന്നേ അവൾക്ക് ഇങ്ങനെയാണ് സന്തോഷ വാർത്ത അറിയിച്ചു. അപ്പൊ അവള് എന്നോട് ഒരുപാട് താങ്ക്സ് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പറയണ്ട, നീ ദൈവത്തിൻ്റെ അടുത്ത് പോയി ശിവങ്കോലിൽ പോയി പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നിയത് പറയത്, എന്തായാലും നിങ്ങൾ നടക്കും. എത്ര വലിയ എന്താ പറയുക ആഗ്രഹമാണെങ്കിലും നമ്മുടെ ശിവനെ വിളിച്ച് പ്രാർത്ഥിച്ച ശിവന്റെ നാമം എഴുതി കഴിഞ്ഞാൽ ഉറപ്പായാലും നടക്കും. അത് 100% ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഇനി കൂടുതൽ നീട്ടി വലിച്ച് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. അപ്പം എല്ലാവരും ഇത് ഇങ്ങനെ ഓം നമ ശിവായ എന്ന് എന്തായാലും എഴുതി മനസ്സിലൊന്ന് പറഞ്ഞ് ആഗ്രഹം വിചാരിച്ചെന്നെ ഓം നമ ശിവായ എന്ന് എഴുതണം, എന്നാലേ നടക്കുള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഴുതുന്ന സമയത്ത് എവിടെയും എണിച്ചു പോകാതെയോ ഒരാൾ വിളിക്കുന്നു പറഞ്ഞിട്ട് പോവുകയോ ഒന്നും ചെയ്യരുത്. സോറി. അപ്പോൾ നമ്മുടെ മനസ്സ് റിലാക്സായി നല്ലൊരു സമയത്ത് എഴുതുക. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായാലും 100% റിസൾട്ട് കിട്ടും. മഹാദേവൻ ശിവൻ നമ്മുടെ കൂടെ തന്നെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഉറപ്പായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വിശ്വാസത്തോടു കൂടെ തന്നെ ചെയ്യുക. അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.